നമ്മൾ സാധാരണയായിട്ട് ഒരു കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഇൻ്റലിജൻസ്, സ്റ്റഡി ടൈം, ട്യൂഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ് ഇമോഷണൽ സ്റ്റേറ്റ്. ഇതാണ് അവരുടെ ലേണിങ്ങിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ഒരു കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ അവർ സൈക്കോളജിക്കലി സേഫ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിൽ ഡോപ്പാമൈൻ, സെറാട്ടോണിൻ എന്നിങ്ങനെയുള്ള കെമിക്കൽസ് ആക്റ്റീവ് ആവും. അപ്പം ഇത് അവരുടെ ആൻസൈറ്റി, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ, മെമ്മറി എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ ഇമോഷണൽ ലേണിങ്ങിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. മറിച്ച് ഒരു കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് ക്രിറ്റിസിസം ഫേസ് ചെയ്യുമ്പോൾ, അതായത് ചൈൽഡ് ആൻസൈറ്റി, ഫിയർ ഓഫ് ഫെയിലർ, പാരൻ്റൽ പ്രഷർ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ ഒരു സ്ട്രെസ് റെസ്പോൺസ് ആക്റ്റീവ് ചെയ്യും, കോർട്ടിസോൾ ഉയരും, പിന്നെ ബ്രെയിൻ ഒരു സർവൈവൽ മോഡിലേക്ക് മാറും. ഇങ്ങനെ ആവുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും, വർക്കിംഗ് മെമ്മറിയിൽ ഇഷ്യൂസ് ഉണ്ടാകും, അതുപോലെ തന്നെ റിട്രീവൽ ഡിഫിക്കൽറ്റി അവർക്ക് നേരിടേണ്ടി വരും. പിന്നെ അവരുടെ എക്സാം പെർഫോമൻസിൽ അവർ താഴോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ലോ ഗ്രേഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ലാക്ക് ഓഫ് എബിലിറ്റി കൊണ്ട് മാത്രമല്ല, മറിച്ച് അവരുടെ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. തെറാപ്യൂട്ടിക്കലി നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ സേഫായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, ഒരു ഇമോഷണൽ വാലിഡേഷനൊക്കെ കൊടുക്കുമ്പം അവരുടെ ഉള്ളിൽ ഒരു സെൽഫ് എഫിക്കസി വർദ്ധിക്കും. അപ്പോൾ ഇത് അവരുടെ അക്കാദമിക്കായിട്ടുള്ള എൻഗേജ്മെൻറ്റിനെ ഒരുപാട് മെച്ചപ്പെടുത്തും. അതുകൊണ്ട് കുട്ടിയുടെ മാർക്ക് മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റഡി ടൈം ടേബിൾ അല്ല മാറ്റേണ്ടത്, അവരുടെ ഇമോഷണൽ ക്ലൈമറ്റിനാണ് മാറ്റം വരുത്തേണ്ടത്. താങ്ക് യു.